കോവിഡ് കാലത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും പൊതുസമൂഹത്തിന്റെയും പിന്തുണയോടെ ആരംഭിച്ച കമ്മ്യൂണിറ്റി കിച്ചൺ 2021 വിശപ്പുരഹിത കേരളം പദ്ധതിയുടെ ഭാഗമായ ജനകീയ ഹോട്ടലുകളുടെ രൂപീകരണത്തിലേക്ക് നയിക്കുകയായിരുന്നു. ഊണൊന്നിന് 10 രൂപ സബ്സിഡി നിരക്കിൽ നൽകി സർക്കാർ കൂടെ നിന്നു. അടിസ്ഥാന സൗകര്യം ഒരുക്കാൻ ഒരു ഹോട്ടലിന് 50,000 രൂപയാണ് സബ്സിഡിയായി നൽകിയത്. സബ്സിഡി നിരക്കിൽ അരി ലഭ്യമാകാൻ പ്രത്യേക പെർമിറ്റും നൽകി. കെട്ടിട വാടക തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെയും നൽകിയാണ് ജനകീയ ഹോട്ടലുകളെ നിലനിർത്തിയത്. കോടികളാണ് സംസ്ഥാന സർക്കാർ സബ്സിഡിയായി ജനകീയ ഹോട്ടലുകൾക്ക് നൽകിയത്. ജനകീയ ഹോട്ടലുകൾ സർക്കാർ സബ്സിഡി ലഭ്യമാകാതെ പൂട്ടാൻ പോകുന്നുവെന്ന വാർത്തകളെ തള്ളി എങ്ങനെ ജനകീയ ഹോട്ടലുകളെ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ് കോഴിക്കോട്ടെ ജനകീയ ഹോട്ടൽ ഉടമകൾ. വലിയ ലാഭം കൊയ്യാനല്ല, പക്ഷെ ഒരു സംരംഭം അത് പൂട്ടേണ്ട ഗതികേടിലേക്കൊന്നും വന്നിട്ടില്ല. 30 രൂപയ്ക്കാണെങ്കിലും തെറ്റില്ലാത്ത രൂപത്തിൽ ഭക്ഷണം കൊടുക്കുന്നുണ്ട്, പോകുന്നുണ്ട്. പക്ഷേ ഈ ഊണ് മാത്രമല്ല കേട്ടോ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ട് ഒരു സംരംഭം നമ്മൾ തുടങ്ങുമ്പോൾ അവിടെ സർക്കാർ തരുന്ന സബ്സിഡി കൊണ്ട് ജീവിച്ചു പോവാമെന്ന് മാത്രം വിചാരിക്കരുത്. നമ്മൾ അതിൻ്റെ കൂടെ നമ്മൾ പലതും ചെയ്ത് നമ്മൾ ഇവിടുന്ന് 10 രൂപ ഉണ്ടാക്കുന്നുണ്ട്. സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധിയിലും ജനകീയ ഹോട്ടലുകളെ സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയായി നിലനിർത്തുകയാണിവർ. കൈരളി ന്യൂസ്, കോഴിക്കോട്.